ഹലോ എവരിവൺ, വെൽക്കം ടു ജിന്നു സ്വീറ്റ്സ് ആൻഡ് സ്പൈസി വേൾഡ്. നമ്മുടെ കൂടെ ഉള്ളത് വിശ്വവിഖ്യാതനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകനായിട്ടുള്ള അനീസ് ബഷീർ ആണ്. നമസ്കാരം. നമസ്കാരം. ഉമ്മയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഉമ്മയുടെ വീഡിയോ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. ഖദീജ ഉമ്മ, പാത്തുമ്മയുടെ ആടിലെ 3 വയസ്സുകാരില്ലേ ഉമ്മ. അപ്പം ഇത്ര വിഖ്യാതനായ എഴുത്തുകാരന്റെ മകൻ എന്നുള്ള നിലയില് ആ ഒരു മേഖലയില് തിളങ്ങി നിൽക്കുന്ന ആളാണോ? സാംസ്കാരിക സാമൂഹിക മേഖല ഞാനുണ്ട്. എഴുത്തിന്റെ മേഖല പറഞ്ഞാൽ ഞാനിപ്പം തുടങ്ങിയതാന്ന് പറയാം. പ്രസംഗത്തിന്റെ മേഖല ഉണ്ടായിരുന്നത് ഞങ്ങളൊരു ഷോർട്ട് ഫിലിം നിർമ്മിച്ചു. അതിൽ പാട്ട് ഞാൻ എഴുതി. സ്വന്തം വാങ്ങാറ സിനിമ അതിൽ പാട്ട് ഞാൻ എഴുതി. ഷാബാസ് കണ്ടപ്പോൾ നന്നായി സംഗീതം ചെയ്തു, പാടി. യൂട്യൂബിൽ ജസ്റ്റ് കഴിഞ്ഞ ആഴ്ച മിലീനിയം വാങ്ങിയത് യൂട്യൂബിലുണ്ട്. അതിലേക്ക് പതുക്കെ ഇറങ്ങിയാണ് നമ്മൾ. ഞാൻ ബേസിക്കലി ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറായി മാറി. അപ്പം ടെക്നിക്കലായിട്ട് വന്നപ്പോൾ കുറച്ച് മാറി വന്നിട്ടുണ്ട്. കുറച്ചിങ്ങനെ നമുക്ക് ഏജ് കൂടുന്നതോടെ നമുക്ക് ആ രീതിയിൽ എഴുത്തിലേക്ക്, അതായത് തിരക്കുകളൊക്കെ കഴിയുമ്പോൾ നമുക്ക് പതുക്കേലേക്ക് വരാം. താങ്കളുടെ പ്രൊഫഷനെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ ബിടെക് ആണ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്, MBA കാരനാണ്. മാതൃഭൂമിയിൽ എഞ്ചിനീയറായി തുടങ്ങി ഇപ്പം മെറ്റീരിയൽസ് മാനേജറാണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഈ സാംസ്കാരിക പരിപാടികളൊക്കെ ഉണ്ടാവും. തുഞ്ചത്ത് അവിടെ സ്ഥിരം എഴുത്താശാനാണ്. എല്ലാരും വിളിക്കും, പ്രസംഗിക്കാൻ വിളിക്കും. ഉപ്പയെ കുറിച്ചുള്ള ഓർമ്മകളൊന്ന് പങ്കുവെക്കാവോ? 30 വർഷം മുമ്പ് മരിച്ചുപോയ ആളല്ലേ. 22-ാം വയസ്സില്ല. അപ്പൊ 22-ാം വയസ്സിൽ മരിച്ചുപോയ ആളെ പറ്റി ഇപ്പൊ ഓർമ്മ പങ്കെടുക്കുക കഴിഞ്ഞാല് ഞാൻ ചെറുപ്പപ്രായത്തിലുള്ള ഓർമ്മകളല്ല, അതൊക്കെ എത്രയോ പറഞ്ഞു പോയി. ആരും ഈ പറഞ്ഞ പോലെ മറക്കാനാവാതെ ഇങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാടുണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനം വെച്ചാൽ മരിക്കുന്നതിന് തൊട്ട് 2 ദിവസം മുമ്പേ MN കാരശ്ശേരി ഒരു ഇന്റർവ്യൂ നടത്തിയിരുന്നു. അപ്പൊ MN കാരശ്ശേരി ചോദിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്നതും ദുഃഖം നൽകുന്ന 2 ഇൻസ്റ്റൻസ് പറഞ്ഞു. സന്തോഷം നൽകുന്ന ഒരു ഇൻസ്റ്റൻസ്, ദുഃഖം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് എൻ്റെ മകൾ ഷാഹിന ഭർത്താവ് മരിച്ചുപോയി. എനിക്ക് ഇത്രയും വയസ്സായി. അപ്പോൾ അത്രയും വയസ്സായി എനിക്ക് ഈ അവരെ കൂടി അവരെ സങ്കടം കൂടി കാണാനുള്ള കാര്യത്തിൽ എനിക്ക് താങ്ങാൻ ഉണ്ടായില്ല. അതാണ് എനിക്ക് ഇതിന് ദുഃഖം നൽകുന്നത്. സന്തോഷം നൽകുന്ന സീൻ എന്ന് പറയുമ്പം കുറച്ച് നേരം ആലോചിച്ച് പറഞ്ഞു. എൻ്റെ മകൻ അനീസ് ബഷീർ 2 വയസ്സുള്ള സമയത്ത്, 2 വയസ്സുള്ള സമയത്ത് ഞാൻ അക്കാഡമിയിൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന സമയത്ത് വളരെയധികം തനിച്ച് കിടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് വാഹനമൊക്കെ തീരെ കുറവാണ്. ആ ഭാഗത്ത് വഴി തന്നെ തീരെ ചെറുതാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ നടത്തില്ല. അപ്പോൾ ഉമ്മച്ചി കുട്ടിയെ പിടിച്ച് പറഞ്ഞാൽ എന്താ ചെയ്യാണ്ട് ആലോചിക്കുന്നു. ഉമ്മച്ചിയുടെ അടുത്ത് മോനെ അങ്ങോട്ട് വാങ്ങി എടുത്ത് ഓടി. അപ്പോൾ ഓടിയപ്പോൾ പോണ വഴിക്കൊരു മരിച്ചു എന്ന് വിചാരിച്ചു. കാരണം കുട്ടി ഭയങ്കര തണുപ്പ് മരിച്ചു. ഏകദേശം 2 പേരെ ഉറപ്പിച്ചു. അപ്പോൾ ഓടുന്ന സമയത്ത് ഒരു കല്ലിൽ തട്ടി, ഒരു മാവിൻ്റെ ഒരു വേലിൽ തട്ടി വീഴാന്നപ്പോൾ കുട്ടി കരഞ്ഞു. ആ കരച്ചിൽ കിടന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകിയ, ഏറ്റവും സന്തോഷകരമായിരുന്നു. ഏറ്റവും ആ ഇല്ലാന്നുള്ള ആ സന്ദർഭം, കേട്ട സന്ദർഭമാണ്. അതിനാൽ അതൊക്കെ ഞാൻ മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് കേട്ടത്, 2-3 ദിവസം മുമ്പ്. എന്തൊക്കെ മനസ്സിൽ ഇനിയും പുറത്തേക്ക് വരാതെ ഞാൻ അദ്ദേഹത്തെ നേരെ പോലെ നടന്ന ആളാണ്. 17 വയസ്സായപ്പോൾ ഞാൻ പാലക്കാടേക്ക് പോയി. പാലക്കാടേക്ക് പോയ സമയത്ത് ഞാൻ അദ്ദേഹത്തെ മിസ്സായിട്ടുണ്ട്. 4 വർഷം വളരെ കുറച്ച്, 2 ആഴ്ച കൂടുമ്പോൾ, ചിലപ്പം 2-3 ആഴ്ച കൂടുമ്പോഴൊക്കെ ഞാൻ വരാറുണ്ട്. അപ്പോൾ അതുവരെ ഇങ്ങനെ വാലുപോലെ നടന്നിരുന്ന ആൾ, 17 വയസ്സ് വരെ വാലുപോലെ നടന്നിരുന്ന ആൾ 21 വയസ്സിൽ നിന്ന് പോയി എന്നുള്ളൊരു സങ്കടം അതിൽ. അപ്പോൾ അത് എൻ്റെ തെറ്റായ തീരുമാനം പലപ്പോഴും ഞാൻ പറയുകയും ചെയ്യാറുണ്ട്. ബിടെക് പഠിക്കാൻ പോയത് അവിടെ തന്നെ പഠിച്ചാൽ മതി, 4 വർഷം കൂടി കൂടെ ഉണ്ടാവുമായിരുന്നു ഞാൻ പറഞ്ഞത്. വേറെ താല്പര്യത്തിന് പോയതാണ്. എഞ്ചിനീയറിംഗ് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അതിന് പോയതാണ്. ഉമ്മയ്ക്ക് ഓർമ്മകൾ വല്ലതും ഉണ്ടോ മകനെ കുറിച്ചുള്ള? അതെ, ഇവിടുന്ന് നേരത്തെ പോയതിന്റെ അതൊന്ന് പറഞ്ഞിരുന്നു. ഇവര് 2 പേരും വരും. മറ്റേ അതായത് ഹനീഫ അവര് വളരെ വിഷമിച്ചായാലും 2-3 ബസ്സൊക്കെ കയറി, ട്രെയിനൊക്കെ കയറി ഇവിടുന്ന് മറ്റേ വാഴക്കൊലയൊക്കെ കഴിച്ചു വരും. ഇവിടുത്തെ വിഭവങ്ങളൊക്കെ അവിടെ ഇവിടുന്ന് രാവിലെ തുടങ്ങിയാൽ ചിലപ്പോൾ രാത്രി അവിടെ 5 മണിക്കൂർ അടുത്തും. അപ്പൊ യാത്രയും കുറവ് സുഖമാണ്, വാഹനങ്ങളുണ്ടല്ലോ. അന്ന് സൈക്കിൾ പോലും ഇല്ലാത്ത കാലം മനസ്സിലാക്കും. സൈക്കിളൊക്കെ ഉള്ള ആള് കുറച്ച് ഉയർന്ന ആളാണ്. ആ സമയത്ത് വന്നിട്ടുണ്ട്. ബുക്ക് എഴുതി തുടങ്ങാൻ വല്ല പ്ലാനും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് നമ്മളിപ്പോ നമ്മളെ ബിടെക് എഴുതി പാസ്സാകുന്ന ഒരു 55 പേപ്പർ പാസ്സായി നമുക്ക് ഒരു ബുക്ക് എഴുതാൻ പറ്റില്ലല്ലോ. ഞാനൊരു സാധനം ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ അതിന് ക്രിയേറ്റിവിറ്റി ഉണ്ടാവും. ക്രിയേറ്റിവിറ്റി എന്ന സാധനം നമുക്ക് എവിടെയും പഠിച്ചാൽ കിട്ടുന്ന സാധനം. അതിനിപ്പം യാത്രകളിലൂടെ അനുഭവങ്ങളിലൂടെ ഇതുപോലെ സന്ദർഭങ്ങളിൽ മറ്റേ ഗംഗായ സാറ് സംസാരിച്ചു. അരമണിക്കൂർ സംസാരിച്ചപ്പോൾ എന്തുമാത്രം അനുഭവങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെ അനുഭവം നമ്മുടെ മനസ്സിനുള്ളിൽ കിടക്കും. അതിങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ വരും. തീർച്ചയായിട്ടും. ഫാമിലിയെ കുറിച്ചും കൂടെ ഒന്ന് പറയാമോ? ഫാമിലി എന്ന് പറഞ്ഞാൽ എനിക്ക് 3 കുട്ടികളാണ്. ഭാര്യ എറണാകുളമാണ്. 3 കുട്ടികളും ആൺകുട്ടികളാണ്. മൂത്ത ആള് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആണ്, അവരുടെ സ്മാർട്ട് സിറ്റിയിലുണ്ട്. രണ്ടാമത്തെ ഇരട്ട ട്വിൻസ് ആണ്.
അതിൽ ഒരാള് കരുനാഗപ്പള്ളി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കരുനാഗപ്പള്ളി കമ്പ്യൂട്ടർ സയൻസ്, രണ്ടാമത്തെ ആൾ കുസാറ്റിൽ കമ്പ്യൂട്ടർ സയൻസ്. വൈഫും വർക്ക് ചെയ്യുന്നുണ്ടോ? സൈക്കോളജിസ്റ്റ് ആണ്. അപ്പൊ വീട്ടിൽ പ്രാക്ടീസ് ചെയ്ത് പിന്നെ ക്ലാസ്സസ് എടുക്കാൻ പോകും, പോലീസിന് വേണ്ടിയിട്ടൊക്കെ ക്ലാസ്സസ് എടുക്കാൻ പോകും. അവർ റെസ്പോൺസിബിലിറ്റി ചിൽഡ്രൻ ആൻഡ് വിജയൻ IPS അദ്ദേഹം ഒരു ഇത് പറയും. അപ്പൊ അതിന്റെ ഒരു പ്രധാന കൗൺസിലറാണ്. എപ്പോഴും ഇതാണ് മറ്റേ വീട്ടിലാരും ഇപ്പം ഉമ്മച്ചി പോയ ശേഷം വീട് ഇല്ല എന്ന് പറയാം. ആളില്ല, മറ്റേ ഉമ്മച്ചി വീട്ടിലുണ്ടാവും, എപ്പോഴും ഫുൾ ടൈം ഉമ്മച്ചി വീട്ടിലുണ്ടാവും. അപ്പൊ നമ്മൾ പോയി കഴിഞ്ഞാല് ഇപ്പോഴും ആ മാവും അതൊക്കെ അതേപോലെ ഇവരൊക്കെ വരും. എന്തെങ്കിലും നേരത്തെ പറഞ്ഞ ഇവർക്കൊരു ടീമുണ്ട്, പക്ഷെ അതിൽ രണ്ടുപേരും ഇപ്പം തീരെ യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതി നിൽക്കുക. എന്റെ മക്കളായിട്ടൊന്ന് പോയിരിക്കും. എന്റെ മക്കള് ഭയങ്കര ബഹളമാണ്. എന്റെ കാലം കഴിഞ്ഞാൽ അവർക്കൊറ്റക്കും വരാം. പക്ഷെ എന്താ വെച്ചാല് അത്രയും അടുപ്പം, അതായത് കല്യാണത്തിനോട് എനിക്കുള്ള അടുപ്പം കുറച്ച് നാസിനോടുണ്ടാവും. അവരെ മക്കളോട് കുറച്ച് കുറയല്ല, പക്ഷെ അങ്ങനെ കുറഞ്ഞു പോലും. ഒരുപാട് സന്തോഷം.